നമ്മുടെ കോച്ചിങ്ങിലെ ഒരു മെയിൻ ഘടകമാണ് ഈ റോബോം ത്രോ ഡൗൺസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇന്ത്യയിൽ ഈ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ ആക്യുറസി, നമ്മുടെ കൺട്രോളാണ് നമ്മളൊരു ബെസ്റ്റ് ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റ് ആക്കുന്നത്. ബോൾ നൈസ്. വെൽക്കം. അതുപോലെ തന്നെ കൊച്ചി ടീമിൻ്റെയും നമ്മുടെ ഇൻവെർട്ടർ സ്റ്റുഡിയോസിന് നമ്മുടെ ടീമിൻ്റെ വെൽക്കം. നിങ്ങൾ ഇത്രയും പേര് ഇതിലൊരു ഇൻട്രസ്റ്റ് കാണിച്ചത് നമുക്ക് നല്ല സന്തോഷമുണ്ട്. അതായത് നമുക്ക് ക്രിക്കറ്റിൽ ബാറ്റിങ്ങും ബോളിങ്ങും മാത്രമല്ല, ഇതുപോലെ നല്ല കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം. നമ്മുടെ കോച്ചിങ്ങിലെ ഒരു മെയിൻ ഘടകമാണ് ഈ റോബോം ത്രോ ഡൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പഠിക്കാനും അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുണ്ട്, അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനും ഇപ്പോൾ ബിഗിനേഴ്സായിട്ട് വന്നവർ അത് പഠിക്കാനും കാണിച്ച ഇൻട്രസ്റ്റിന് എല്ലാവർക്കും ഒരു താങ്ക് യു. എൻ്റെ പേര് ഗബ്രിയേൽ എന്നാണ്. ഞാൻ നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീം IPL, അതുപോലെ തന്നെ നമ്മുടെ KCL കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, TNPL മധുരൈ പാന്തേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ കൂടെ കുറച്ച് 2 സീസൺ ഇതുണ്ടായിരുന്നു. ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റ് എന്നാണ് നമ്മുടെ ഡെസിഗ്നേഷൻ്റെ പേര്. വേൾഡ് കപ്പ് നമ്മുടെ ഇംഗ്ലണ്ടും ശ്രീലങ്ക ടീമിനൊക്കെ നമ്മൾ ത്രോ ഡൗൺസ് ചെയ്യുന്ന ഒരാളാണ് ഒരു 5-6 ഇയേഴ്സ് ആയിട്ട്. ഈ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എനിക്കൊരു തോന്നൽ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇതുവരെ ഇതിന് വേണ്ടിയിട്ടൊരു വർക്ക്ഷോപ്പ്, അതായത് ത്രോ ഡൗൺസിന് വേണ്ടിയിട്ടൊരു വർക്ക്ഷോപ്പ് ഇന്നുവരെ ആരും കണ്ടക്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇന്ത്യയിൽ ഈ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ത്രോ ഡൗൺസിന് വേണ്ടിയിട്ട്. വർക്ക്ഷോപ്പിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് നമുക്കൊരു ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റ് ആവാൻ പറ്റുക, അതുപോലെ തന്നെ ഇതിൻ്റെ യൂസ് എന്താണ്, നമുക്ക് കോച്ചിങ്ങിൽ അത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെ ചെയ്യാൻ പറ്റും, നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണ് ഇത് വെച്ചിട്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ജോബ് ഓപ്പർച്യൂണിറ്റി ഇതിൽ നിന്ന് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും നമ്മൾ ഇതുപോലെ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. ഇന്നത്തെ സെഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും മന്ത്ലി ഞങ്ങൾക്ക് ഒരു ഫോളോ അപ്പ് ഉണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെയും ഇത് ഫ്യൂച്ചറിൽ ചെയ്യുന്നവരുടെ എല്ലാവരുടെയും ഒരു ഫോളോ അപ്പ് ഉണ്ടാവും. നമ്മളതുപോലെ പ്ലേയേഴ്സ് ആണെങ്കിലും ടീംസ് ആണെങ്കിലും റിക്വയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡാറ്റ നമ്മൾ അവർക്ക് കൊടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ ആക്ഷൻസും നിങ്ങളെങ്ങനെയാണ് എറിയുന്നത്, എന്താണ് സ്പീഡ്, കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇത്രയുള്ള ബേസിക്. നമുക്ക് ഒത്തിരി സംസാരത്തിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പ്രാക്ടിക്കലായിരിക്കും ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്, റോബോം. ഇതിൻ്റെ പേര് റോബോം എന്നാണ്. ഓക്കെ, ഇത് ഫസ്റ്റ് വന്നത് സൈഡാം എന്ന് പറഞ്ഞൊരു എക്യുപ്മെൻറ്റാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, അഡ്വാൻസ്ഡ് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന റോബോം. നമ്മളൊരു ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റിൻ്റെ ഒരു യൂസ് എന്താണെന്നറിയോ ടീമിൽ? ഒരു ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോൺ ചെയ്യുകയാണ്. അതായത് നമ്മുടെ ഓപ്പോസിഷൻ ടീമിലെ ഫാസ്റ്റ് ബോളേഴ്സിനെ നമ്മൾ ക്ലോൺ ചെയ്തിട്ട് നമ്മുടെ ബാറ്റ്സ്മാൻമാർക്ക്, നമ്മുടെ ടീമിലുള്ള ബാറ്റ്സ്മാൻമാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ബാറ്റ്സ്മാൻമാർക്ക് ക്ലോൺ ചെയ്ത് കൊടുക്കുകയാണ് നമ്മളൊരു ടീമിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ഓപ്പോസിഷൻ ടീമിലെ ഫാസ്റ്റ് ബോളേഴ്സിനെയാണ് നമ്മൾ ഫാസ്റ്റ് ബോളേഴ്സിന് വേണ്ടി ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഫാസ്റ്റ് ബോളേഴ്സിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ, എത്ര സ്പീഡ്, അവരുടെ വേരിയേഷൻസ്, അവരുടെ ഇൻ സ്വിങ്, ഔട്ട് സ്വിങ്, അതുപോലെ തന്നെ ഓഫ് കട്ടേഴ്സ്, സ്ലോവേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ഈ വേരിയേഷൻസിനെ നമുക്ക് എഫേർട്ട്ലെസ് ആയിട്ട് പറഞ്ഞ പോലെ ഈ ഒരു മിനിമൽ എഫേർട്ടിൽ കൂടുതൽ നേരം നമുക്ക് ബാറ്റ്സ്മാൻമാരെ പ്രിപ്പയർ ചെയ്യാനാണ് നമ്മൾ സൈഡാം യൂസ് ചെയ്യുന്നത്. സൈഡാം അല്ലെങ്കിൽ റോബോ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു ഫാസ്റ്റ് ബോളറിന് കൂടി വന്ന ഒരു 4, 5, 6 ഓവർ മാക്സിമം എറിയാൻ പറ്റും ഒരു ബാറ്റ്സ്മാന് വേണ്ടിയിട്ട്. ആ സെയിം സ്ഥലത്ത് നമുക്കൊരു 4 hours, അതായത് ഒരു 60-70 ഓവേഴ്സ് നമുക്ക് ഈ സൈഡാം വെച്ചിട്ട് ബാറ്റ്സ്മാൻമാർക്ക് എഫക്റ്റീവായിട്ട് എറിഞ്ഞു കൊടുക്കാൻ പറ്റും. അതായത് നമുക്കൊരു 2-3 hours നമുക്ക് നമ്മുടെ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാറ്റ്സ്മാൻമാർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഫീഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ബോളേഴ്സിനാണ് ക്ലോൺ ചെയ്യുന്നത്. സ്പിന്നേഴ്സിനെ നമുക്ക് ഇത് വെച്ചിട്ട് അധികം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ നോർമൽ ഒരു സ്പീഡ് തന്നെ കുറച്ചൊരു 110 above സ്പീഡ് പോകും നമ്മൾ നോർമൽ എറിയുമ്പോൾ തന്നെ. കാരണം ഇതിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്, ഒരു ലെവറേജ്. നമുക്ക് ഒരു ഫാസ്റ്റ് ബോളർ അത്രയും റണ്ണപ്പിൽ ഓടി വന്ന് എറിയുന്ന സാധനം നമുക്ക് ചിലപ്പോൾ 2 സ്റ്റെപ്പിലോ അല്ലെങ്കിൽ നിന്നിട്ടോ ചുമ്മാ എറിഞ്ഞാൽ തന്നെ ആ ഒരു സ്പീഡിന് ഡെവലപ്പ് ചെയ്ത് പോകാൻ പറ്റും. സോ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന റോബോംസ്. ഇതൊക്കെയാണ് ഫസ്റ്റ് വന്ന സൈഡാം. ഇതാണ് മിനി സൈഡാം എന്ന് പറഞ്ഞിട്ട്, ഇതാണ് ഫസ്റ്റ് നമുക്ക് ഇന്ത്യയിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്ന സാധനം ഇതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനായിട്ടാണ് ഈ മിനി റോബോം എന്ന് പറഞ്ഞ എക്യുപ്മെൻറ്റ് വന്നത്. ഇത് കഴിഞ്ഞിട്ട് വന്നതാണ് മിനി റോബോ. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫോമായിട്ട് വന്നതാണ് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടീമിലും യൂസ് ചെയ്യണവരും, ഇപ്പോൾ വേൾഡ് വൈഡ് ആണെങ്കിലും ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ IPL യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ് ഇതാണ്. ഈ റോബോമാണ് നമ്മൾ IPL അതുപോലെ തന്നെ നമ്മുടെ ഏത് പ്രാക്ടീസ് സെഷൻസിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റോബോം ഇതാണ്. ഇത് റെഡ് ബോളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൈറ്റ് റോബോം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കളർ ബോൾ, നമ്മൾ വൈറ്റ് ബോൾ അല്ലെങ്കിൽ പിങ്ക് ബോൾ വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കളർ വേരിയേഷൻ, ബ്ലാക്ക് കപ്പ് യൂസ് ചെയ്യും. ഓക്കെ, അത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് സൈറ്റ് ചെയ്യാൻ, ബാറ്റ്സ്മാൻമാർക്ക് സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത്. റെഡ് ബോളിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് യൂസ് ചെയ്യും, അതുപോലെ തന്നെ വൈറ്റ് ബോളിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ യൂസ് ചെയ്യും. ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനായിട്ട് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതാണ് വേൾഡ് ക്രിക്കറ്റിലെ ഈ എക്സ്റ്റെൻഡഡ് റോബോംസ് എന്ന് പറഞ്ഞ സാധനങ്ങൾ. ഓക്കെ,
കാരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇത് നോർമൽ റോബോം, അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷനാണ് ഇത്. ഇത് കുറച്ചുകൂടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു കുറച്ച് ഇംഗ്ലണ്ട് കണ്ടീഷൻസ് അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ കണ്ടീഷൻസിലൊക്കെ കൂടിയിട്ട് കുറച്ച് ഓഫ് ദ വിക്കറ്റ്, കുറച്ച് ക്യാരിയൊക്കെ ഉള്ള വിക്കറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ടാണ് ഈ എക്സ്റ്റെൻഡഡ് റോബോംസ് യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ അധികം ആരും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് അവരൊരു ട്രയൽ ആൻഡ് എറർ പോലെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ ഈ 2 എക്യുപ്മെൻറ്റ്സ്, പയ്യെ യൂസായി വരുന്നുള്ളൂ. ഇങ്ങനെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇതിൽ വേറെ സ്വിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്കാണ്. നമ്മൾ ഒരു ഫാസ്റ്റ് ബോളറിനെ പോലെ തിങ്ക് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഒരു ബോളറിനെ പോലെ തിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ പ്രാക്ടീസ് സെഷൻസിലാണെങ്കിലും കാര്യങ്ങളാണ് എറിയേണ്ടത്. ഈ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഷേപ്പ് മാത്രമേ ഉള്ളൂ, ഈ ഒരു കപ്പും ഈ ഒരു ഷേപ്പ് മാത്രമേ ഉള്ളൂ. ഇതിൽ വേറെ സ്വിച്ചോ റിലീസ് ചെയ്യാനായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു റിട്രാക്റ്റബിൾ കപ്പാണ്. ഓക്കെ, നമ്മളിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഹൈറ്റും ഓരോരുത്തരുടെ ആക്ഷൻ യുണീക്കാണ്. അപ്പോൾ നമ്മുടെ കംഫർട്ടിനനുസരിച്ച് ഈ കപ്പ് സെറ്റ് ചെയ്യുന്നു. ഇതുണ്ട്, ഇത് നമുക്കൊരു ഇതുപോലെ യൂസ് ചെയ്യാം. നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ഹൈറ്റ് എത്രയാണോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, നമുക്ക് എവിടെയാണ് എറിയേണ്ടത്, ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ കപ്പ് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ അതിലേക്ക് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് വേറെ നമുക്ക് സ്വിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ സ്റ്റിക്കിൽ. ഇത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്കാണ്. നമ്മൾ ജസ്റ്റ് ഇത് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ബോൾ വെക്കുന്നു, നമ്മുടെ എഫേർട്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം എങ്ങനെ എറിയേണ്ടതെന്ന്. ഓക്കെ, നമുക്ക് എവിടെയാണോ റിലീസ് ചെയ്യേണ്ട പോയിന്റ് അവിടെ നമ്മൾ ഷോൾഡറിൽ എഫേർട്ട് കൊടുക്കുക. ഓക്കെ, ആ എഫേർട്ടിലാണ് നമ്മുടെ ബോൾ റിലീസ് ആവുന്നത്. അല്ലാണ്ട് ഇതിൽ വേറെ നമുക്ക് മെക്കാനിസമോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്ക്, അത്രേ ഉള്ളൂ സംഭവം. നമ്മുടെ ബാക്കി കാര്യങ്ങളാണ് നമ്മളൊരു ബോളറിനെ പോലെ തിങ്ക് ചെയ്ത് നമ്മൾ ബാറ്റ്സ്മാൻമാർക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ഒരു ബോളിംഗ് മെഷീനിൽ നിന്ന് സൈഡ് ആം എങ്ങനെ വ്യത്യസ്തമാവണേന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക, ഞാൻ ഒരു ഫാസ്റ്റ് ബോളറിനെ പോലെ തിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കണത്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ ചാലഞ്ചിങ് ആണ് ബാറ്റ്സ്മാന്. നമ്മൾ ബോളിംഗ് മെഷീനിൽ എപ്പോഴും ഒരു പ്രഡിക്റ്റബിൾ ആയിരിക്കും, ഇന്ന ലെങ്ത്ത് വരുന്നു, ഇന്ന ഇൻസ്വിങ് വരുന്നു, അല്ലെങ്കിൽ ഔട്ട് സ്വിങ് വരുന്നു, അതുകൊണ്ട് സെറ്റ് ചെയ്തിട്ട് പറഞ്ഞ് ചെയ്യുന്നത്. നമ്മൾ പക്ഷേ സൈഡ് ആമിൽ വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ തന്നെ തിങ്ക് ചെയ്യും. ഓക്കെ, അവൻ എന്നെ ഈ ബോൾ ഇത് കളിക്കുകയാണെങ്കിൽ എന്നെ അടുത്ത ബോൾ ഇത് സെറ്റ് ചെയ്യും. അതൊരു ഫാസ്റ്റ് ബോളറിനെ പോലെ നമ്മൾ സെറ്റ് ചെയ്യും, ഫീൽഡ് സെറ്റ് ചെയ്ത് അവനെ എങ്ങനെ ട്രാപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും ചലഞ്ചിങ് ആയിട്ടായിരിക്കും സൈഡ് ആമിലെ സെഷൻസ്. ഇതിൻ്റെ ഇത് കൗണ്ട് ഉണ്ട് 1 to 10, 1 to 9. ഓക്കെ, അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് 2-ഇലിട്ടിട്ടാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇതെൻ്റെ സൈഡ് ആം, ഞാൻ 2-ഇലിട്ടിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ സ്പീഡ് നമുക്ക് ഓഫ് ദ വിക്കറ്റ് കുറച്ച് സ്പീഡ് കിട്ടാനായിട്ടാണ് ഞാൻ 2-ഇലിട്ട് യൂസ് ചെയ്യണത്. പക്ഷേ 2 എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നമുക്ക് നല്ല കൺട്രോൾ ആയി കഴിയുമ്പോഴാണ് നമ്മൾ 2-ലും 1-ലൊക്കെ ഇട്ട് എറിയുള്ളൂ. കാരണം അത് നമുക്കൊരു 150-155 km/h സ്പീഡ് വരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇതിലിട്ട്. പക്ഷെ നല്ല എഫേർട്ടും വേണം, അതുപോലെ തന്നെ നല്ല ആക്യുറസി വേണം. അപ്പോൾ നമ്മൾ എപ്പോഴും ഫസ്റ്റ് ടൈം തൊട്ട് സൈഡ് ആം എറിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു 5-ലിട്ടോ 4-ലിട്ടോ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇത് കുറച്ച് പേര് അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവർ എറിഞ്ഞുമ്പോൾ ഒരു ഐഡിയ കിട്ടും. എല്ലാവരുടെയും ആക്ഷൻ യൂണീക്കാണ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഒരു ആക്ഷൻ എനിക്ക് ഒരിക്കലും വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാവരുടെയും സൈഡ് ആമിൻ്റെ ആക്ഷൻ ഭയങ്കര യൂണീക്കാണ്. ഓക്കെ, എല്ലാവരുടെയും സിമിലറായിട്ട് ഒരിക്കലും വരത്തില്ല. കാരണം അവരുടെ ഹൈറ്റ്, അവരുടെ റണ്ണപ്പ്, അവരുടെ ആക്ഷൻ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാ ആൾക്കാരുടെയും ഡിഫറെൻ്റ് ആക്ഷനാണ്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യുന്നത് വെച്ചാൽ സൈഡ് ആം എടുക്കുക, ഒന്ന് എറിഞ്ഞു നോക്കുക. ആ ഒരു ഫീല് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ 1-2 ബോൾ എറിഞ്ഞ് കഴിയുമ്പോൾ അറിയാൻ പറ്റും, ഓക്കെ എൻ്റെ ബോൾ ഇവിടെയാണ് പോണേ, അപ്പോൾ എനിക്കിത് ചെയ്യണമെങ്കിൽ ഇവിടെ പിച്ച് ചെയ്യണമെങ്കിൽ ഇന്നത് എറിയണമെന്നൊരു ഐഡിയ കിട്ടും. ചിലർ വന്നിട്ട് നടന്നു വന്നിട്ട് ഫുൾ ആം റൊട്ടേഷനിൽ എറിയണവരുണ്ട്, ചിലർ ചക്ക് ചെയ്ത് എറിയണവരുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, അതൊക്കെ എല്ലാവരുടെയും ഡിഫറെൻറ്റ് ആക്ഷനാണ്, എല്ലാം യുണീക്കാണ്. ഓക്കെ, അത് അവരുടെ കംഫർട്ടാണ്. നമുക്ക് എറിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു കംഫർട്ട് കിട്ടും, നമുക്കൊരു ഫീൽ കിട്ടും, ഇതാണ് ചെയ്യേണ്ടത്, എറിയേണ്ട സംഭവം. എറിഞ്ഞോ എറിയുന്നത് സംഭവം മനസ്സിലായി. എല്ലാവരുടെയും യുണീക്കാണ് ആക്ഷൻസ്. ആണോ, കുറച്ച് റൊട്ടേഷൻ ആക്ഷനാണ് ഫുള്ള് ഷോൾഡർ യൂസ് ചെയ്തിട്ട്. സ്പീഡ്, ആക്യുറസി, അതുപോലെ തന്നെ വേരിയേഷൻസ്, ഈ സംഭവങ്ങളാണ് നമ്മൾ ത്രോയിങ് ആം വെച്ചിട്ട് വർക്ക് ചെയ്യണം. ബാക്കി നമ്മുടെ ലൈൻ ലെങ്ത്, നമുക്ക് ബേസിക് ഒരു ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റിന് ബേസിക്കായിട്ട് വേണ്ട കാര്യം എപ്പോഴും ലൈൻ ലെങ്ത്തും കൺട്രോളുമാണ്. ആ സാധനം നമുക്ക് എപ്പോഴും കിട്ടുന്നത് നമ്മുടെ നോൺ ത്രോയിങ് ആം വഴിയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫുൾ ആക്ഷൻസും കൺട്രോൾ ചെയ്യുന്ന സംഭവം, നോൺ ത്രോയിങ് ആം. ഇതെങ്ങനെ വരുന്നോ, നമ്മൾ ബോളിങ്ങിന് യൂസ് ചെയ്യണ പോലെ തന്നെ ഈ സാധനം എങ്ങനെ വരുന്നോ അങ്ങോട്ട് തന്നെ നമ്മുടെ കയ്യും വരത്തുള്ളൂ, ഫോളോ ചെയ്യത്തുള്ളൂ. ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട് വരും. ഈ സംഭവം കണ്ടോ, ഈ ഒരു ഗ്യാപ്പ് ചില സൈഡ് ആമിൽ ഈ സംഭവം ഉണ്ടാകത്തില്ല. എന്നാലും ഈ ഒരു പോർഷൻ നമ്മളെപ്പോഴും
ബോളിൻ്റെ നമ്മൾ ബോൾ പിടിക്കത്തില്ലേ, ഇങ്ങനെ പിടിക്കത്തില്ലേ ബോൾ. ഓക്കെ, ഈ ഒരു ഫീല് പോലെ തന്നെ ഈ സൈഡ് ആമ്പിലും പ്ലേസ് ചെയ്താൽ മതി. കണ്ടോ, സീം ഇവിടെ വെച്ചിട്ട് ഇനീഷ്യലി. ഓക്കെ, നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ മതി. കോൺട്രോയിങ് ആദ്യമേ വലിച്ചു മാറ്റി. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഒരു ഡിലേ വന്നു. ഈ ഒരു വലിച്ചൽ ഈ ഒരു നേരത്തെ ആയിപ്പോയി. പിന്നെ അപ്പോൾ ഈ ഇത് നമുക്ക് ഈ സാധനം കൺട്രോൾ ചെയ്യാനായിട്ട് ത്രോയിങ് ആം മാത്രമേ ഉള്ളൂ. ഈ സാധനം നേരത്തെ വലിച്ച് താഴെ വെച്ച് നമ്മൾ, അതുകൊണ്ടാണ് ബോൾ അങ്ങോട്ട് പോയത്. നോൺ ത്രോയിങ് ആകുമ്പോൾ അങ്ങോട്ട് വലിക്കും. ബെറ്റർ. ഇപ്പോൾ ലൈന് കൺട്രോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലെങ്ത്ത് കുറച്ചുകൂടെ ഫ്രണ്ടിട്ട് പോകണമെങ്കിൽ ഇത് കുറച്ചുകൂടെ കൈ പൊക്കണം. ഇപ്പോൾ താത്തിയിട്ട് ഈ എറിയണുള്ളൂ. ഓക്കെ, ഇവിടുന്ന് വലിക്കണം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് പൊക്കിയിട്ട് വലിച്ചു നോക്കിയാൽ കൈ ഇങ്ങനെ ഒന്ന് ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി ഈ കൈ കണ്ട്. ഓക്കെ, നോൺ ത്രോയിങ് ആകുമ്പോൾ കണ്ട് നമ്മളെപ്പോഴും എറിയണവരുണ്ടല്ലോ, ഈ കൈ കൊണ്ട് ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും. നമ്മൾ IPL ഒക്കെ ചെല്ലുമ്പോഴത്തേക്കും ഒരു ദിവസം എറിയണത് 100 ഓവർ 110 ഓവർ എറിയണേ. ഞാൻ ഇവിടുന്ന് ബോൾ എറിഞ്ഞാൽ ആ ബോൾ അവിടെ പിച്ച് എന്നുള്ള സാധനം നമുക്ക് മനസ്സിൽ വേണം. ഈ ഷേപ്പ് ഡിഫറൻസ് വരെ നമ്മുടെ ആക്ഷനിൽ, അല്ലെങ്കിൽ നമ്മൾ ബോൾ പിച്ച് ചെയ്യുന്നിടത്ത് ഡിഫറൻസ് വരും. ഈ സ്ട്രെച്ച് കണ്ടോ, ഇവിടെ പെയിൻ വരും. നമ്മൾ എപ്പോഴും ഈ സാധനം ഈ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടോ, ഇവിടെയാണ് പെയിൻ തന്നെ. നമ്മളെപ്പോഴും ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ ചെസ്റ്റ് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പോകണം. നമ്മുടെ ആക്യുറസി, നമ്മുടെ കൺട്രോളാണ് നമ്മളൊരു ബെസ്റ്റ് ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റ് ആക്കുന്നത്. ഓക്കെ.